കാഞ്ചന മഞ്ഞു പെയ്യുന്ന രാത്രി ഭാഗം 2. അലക്സ സൗദി എയർപോർട്ടിലെത്തിയപ്പോൾ പുറത്ത് ഡ്രൈവർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഹോസ്റ്റലിലെത്തിയപ്പോൾ അനീഷ അവളെ പ്രതീക്ഷിച്ച് താഴെ നിൽപ്പുണ്ടായിരുന്നു. രണ്ടുപേരും ചേർന്ന് ബാഗുകൾ റൂമിലേക്ക് കൊണ്ടുപോയി. യാത്രയൊക്കെ സുഖമായിരുന്നോ? അനീഷ ചോദിച്ചു. സുഖമായിരുന്നു, പക്ഷേ ഒരു തലവേദന. വിക്സ് കുറേ വാരി പുരട്ടിയതാ, കുറയുന്നില്ല. സാരമില്ല, നീ ഒരു പാരാസെറ്റമോൾ കഴിക്ക്. അനീഷ ഗുളികയും വെള്ളവും എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അലക്സ അത് വാങ്ങി കഴിച്ചു. നീ കുളിച്ചൊന്ന് ഉറങ്ങ്, അപ്പോൾ ശരിയാകും. അലക്സ എഴുന്നേറ്റ് വന്നപ്പോൾ ഫോണിൽ 15 മിസ് കോൾ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നുമാണ്. അനീഷ ഡ്യൂട്ടിക്ക് പോയെന്ന് തോന്നുന്നു. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിക്കാത്തതാവും. ആഹാരം മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ഭാഗ്യത്തിനാണ് അവളെപ്പോലെ ഒരു കൂട്ടുകാരിയെ കിട്ടിയത്, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ. അമ്മച്ചിക്കും അവളെ വലിയ കാര്യമാണ്. തനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിയില്ലെങ്കിലും അവൾക്ക് വേണ്ടി വാങ്ങി തന്നുവിടും. അവൾക്കും തൻ്റെ വീട്ടുകാരോട് അങ്ങനെ തന്നെയാണ്. അലക്സ് വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചതിന് ശേഷം ബാഗിൽ നിന്നും ഓരോ സാധനങ്ങളായി പുറത്തെടുത്തു. അച്ചാർ പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ടായിരുന്നു. അവൾ പഴയൊരു തുണിയെടുത്ത് അത് തുടച്ചു. ഓരോരുത്തർക്കും കൊടുക്കാനുള്ളതെടുത്ത് മാറ്റിവെച്ചു. ആശുപത്രിയിൽ ചെന്ന് എല്ലാവരെയും കാണണം. അവർക്ക് കൊടുക്കാനായി കുറച്ച് ചിപ്സും ഹൽവയും എടുത്ത് മാറ്റിവെച്ചു. അവൾ ഡ്രസ്സ് മാറ്റി അവർക്ക് കൊടുക്കാനുള്ളതെടുത്ത് മുറി പൂട്ടി പുറത്തിറങ്ങി. മോറിസ് പത്രം വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വണ്ടി വന്ന ഒച്ച കേട്ടത്. ആരായിരിക്കും ഈ സമയത്ത്? മോറിസ് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അയ്യോ, ആരാ ഇത്? കയറുവാ കയറുവാ, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. അമ്മച്ചി, അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു. ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. ആൻറ്റിയും പിള്ളേരും എന്താ വരാത്തത്? മോറിസ് ചോദിച്ചു. ആരാടാ വന്നത്? അമ്മച്ചി അകത്തു നിന്ന് വിളിച്ചു ചോദിച്ചു. ജോറാച്ചനാ അമ്മച്ചി. എടാ ജോർജ്, നീയോ? അമ്മച്ചി വേഗം പുറത്തേക്ക് വന്നു. ഞാനിവിടെ കടുത്തുരുത്തി വരെ വന്നതാ ചേച്ചി. അപ്പോഴാണ് നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഞാൻ അടുക്കളയിലായിരുന്നു. ചേച്ചിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലേ? അലക്സ പോയിട്ട് വിളിച്ചോ ചേച്ചി? അവൾ വിളിച്ചായിരുന്നു. സങ്കടമാണ്. നിർത്തി പോരാൻ പറഞ്ഞാൽ കേൾക്കില്ല. അവളുമാർ എവിടെ? ജോർജ് ചോദിച്ചു. പുറത്തേക്ക് പോയതാ, ഇപ്പോൾ വരും. അന്നയുടെ ഇളയ സഹോദരനാണ് ജോർജ്. അളിയൻ എവിടെ? കുളിക്കുകയാണ്, ഇപ്പോൾ വരും. നീ ഇരിക്ക്, ഞാൻ കഴിക്കാനെടുക്കാം. അന്ന ആഹാരം എടുത്തു വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചു. ജോർജി വാടാ, വന്നിരിക്ക്. എന്താ അളിയനും വലിയ സംസാരം? അന്ന ചോദിച്ചു. എഴുന്നേറ്റ് വാ, ആഹാരം കഴിച്ചുകൊണ്ട് സംസാരിക്കാം. അന്ന എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുത്തു. എത്ര നാളായി ചേച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട്? ജോർജ് പറഞ്ഞു. അന്നേ, അവന് കുറച്ചുകൂടി ചോറ് വിളമ്പി കൊടുക്ക്, ജെയിംസ് പറഞ്ഞു. വേണ്ട ചേച്ചി, മതി. കഴിച്ചോ ചോറാച്ച, ഞങ്ങളൊന്നും പറയില്ല, ഒരു ചിരിയോടെ മോറിസ് പറഞ്ഞു. ചേച്ചി, നമ്മുടെ അലക്സയ്ക്ക് പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു. അതായിരുന്നു ഞാനും അളിയനും കൂടി സംസാരിച്ചത്. എവിടാ ചെറുക്കൻ്റെ വീട്? ആലുവയിലാണ്. ഫാഷൻ ഡിസൈനർ. അച്ഛനും അമ്മയും ഒരനിയത്തിയുമുണ്ട്. ചെറുക്കൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. ഞാൻ എന്ത് പറയാനാ ജോർജ്? ജെയിംസ് പറഞ്ഞു. അവളോട് ചോദിച്ചിട്ട് പറയാം. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. ഫോട്ടോ ഉണ്ടോ ചോറാച്ച? മോറിസ് ചോദിച്ചു. ഇല്ലടാ, അവളോട് ചോദിച്ചിട്ട് താല്പര്യമാണെങ്കിൽ ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. ഞാൻ പറയാം ചേച്ചിയോട്, ജെനി പറഞ്ഞു. വേണ്ട, ഞാൻ പറഞ്ഞോളാം, ജീവ തർക്കിച്ചു. അലക്സയുടെയും മോറിസിൻ്റെയും ഇളയവരാണ് ഇരട്ടകളായ ജെനിയും ജീവയും. രണ്ടുപേരും ഡിഗ്രിക്ക് പഠിക്കുകയാണ്. 28 വയസ്സുള്ള മോറിസാണ് ജെയിംസിൻ്റെയും അന്നയുടെയും മൂത്ത മകൻ. രണ്ടാമത്തവൾ അലക്സ. അവൾക്ക് 25 വയസ്സാണ് പ്രായം. ജെയിംസ് 20 വർഷം ഗൾഫിലായിരുന്നു. ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി നോക്കി. 5 വർഷം മുമ്പാണ് നാട്ടിലേക്ക് വന്നത്. അന്നയ്ക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. 1 ഏക്കർ സ്ഥലം. അതിൽ തെങ്ങും കുരുമുളകും കപ്പയും വാഴയും എല്ലാം ഉണ്ട്. പോരാത്തതിന് കോഴിയും താറാവും വേറെ. ഇപ്പോൾ ജെയിംസാണ് കൃഷിപ്പണിയൊക്കെ. മോറിസ് കോളേജ് അധ്യാപകനാണ്. വീട്ടിൽ നിന്നും 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അവിടെയാണ് ജെനിയും ജീവയും പഠിക്കുന്നത്. 3 പേരും ഒരുമിച്ചാണ് രാവിലെ പോകുന്നത്. ജെനിയും ജീവയും നന്നായി ഡാൻസ് ചെയ്യും. പഠിക്കാനും മിടുക്കികളാണ്. ബോട്ടണിയാണ് മോറിസിൻ്റെ വിഷയം. ജെനിയും ജീവയും BA ഇംഗ്ലീഷ് 2ാം വർഷമാണ്. ആര് പറഞ്ഞാലും കുഴപ്പമില്ല, അവൾ സമ്മതിച്ചാൽ മതി, ജോർജ് പറഞ്ഞു. അത്രയ്ക്ക് നല്ല പയ്യനാ. അവനെ കിട്ടിയാൽ നമ്മുടെ കൊച്ചിൻ്റെ ഭാഗ്യം. നിനക്കെങ്ങനെയാ ജോർജ് ഈ പയ്യനെ പരിചയം? ജെയിംസ് ചോദിച്ചു. നമ്മുടെ ജോസിയുടെ ബന്ധുവാണ് പയ്യൻ്റെ അമ്മ. കാണാനൊക്കെ എങ്ങനെയാ? അന്ന ചോദിച്ചു. അവൾക്ക് ചേരും ചേച്ചി, നല്ല പയ്യനാ. ഫാഷൻ ഡിസൈനർ അല്ലേ?
ചെക്കൻ കലക്കനായിരിക്കും, ജീവ പറഞ്ഞു. ചേച്ചി സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നോക്കാം, ജെനി പറഞ്ഞു. എടീ, നിന്നെ ഞാൻ. അന്നെ അവളുടെ ചെവിയിൽ പിടിച്ചു. അയ്യോ അമ്മ, വേദനിക്കുന്നു, വിട്. പപ്പയ്ക്ക് സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. വിടടി അന്നക്കൊച്ചേ, അവൾ ചുമ്മാ പറഞ്ഞതല്ലേ, ജെയിംസ് പറഞ്ഞു. ജെയിംസ് ഭാര്യ അന്നക്കൊച്ച എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. സൗദിയിൽ ഫിസിയോതെറാപ്പിസ്റ്റാണ് അലക്സ. 2 വർഷമായതേ ഉള്ളൂ അവിടെ ജോലി കിട്ടിയിട്ട്. MOH ആയതുകൊണ്ട് നല്ല സാലറിയുമുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അലക്സയെ. അധികം ആരോട് സംസാരിക്കില്ല, പരിചയമുള്ളവരോട് മാത്രം അത്യാവശ്യം സംസാരിക്കും. അതും അന്ന പുറകിൽ നിന്ന് പറയണം അവരോട് സംസാരിക്കുക, ഇവരോട് സംസാരിക്കുക എന്നൊക്കെ. അധികം ഫ്രണ്ട്സും അവൾക്കില്ല, ആകെ 3 പേർ മാത്രം, അതും ചെറിയ ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചവർ. ജെനിയും ജീവയും നേരെ വിപരീതമാണ്. ഒരുപാട് ഫ്രണ്ട്സുണ്ട്. എല്ലാവരോടും അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കും. വാട്സപ്പിൽ ചാറ്റിംഗ് ആണ് പ്രധാന പരിപാടി. 2 പേർക്കും കൂടി ഒരു ഫോണാണുള്ളത്. അതിനുവേണ്ടി ഏതു നേരവും അടിയാണ്. തുടരും.